ഇന്ന് ഞാൻ നിങ്ങളോട് ജനറലി ക്യാൻസർ എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യാൻസർ അഥവാ അർബുദം നമുക്കെല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു പേടിയുള്ളൊരു വാക്കാണ് ക്യാൻസർ എന്നുള്ളത്. അപ്പോൾ എന്താണ് സാധാരണ ഒരു മുഴയും ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം പറയാം. പലപ്പോഴും പല പേഷ്യൻസും ഒരു മുഴ കൊഴുപ്പിൻ്റെ ഒരു മുഴ കൊണ്ടുവന്നിട്ട് ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ സംശയം പറയാറുണ്ട്. ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ മുഴകൾ സ്പ്രെഡ് ആവുമോ അല്ലെങ്കിൽ പടരുകയോ ചെയ്യത്തില്ല, മറ്റ് ഓർഗൻസിലോട്ട് അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലോട്ട് പടരില്ല. ക്യാൻസർ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരും. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. രണ്ടും കോശങ്ങളുടെ ഒരു അനിയന്ത്രിതമായ വളർച്ചയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. സാധാരണ മുഴകളെ നമ്മൾ ബിനൈൻ നിയോപ്ലാസംസ് എന്ന് വിളിക്കും. അതിന് പ്രത്യേകിച്ച് ചിലപ്പോൾ ചികിത്സ ആവശ്യമില്ലായിരിക്കും, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ക്യാൻസർ എന്നുള്ള അല്ലെങ്കിൽ അർബുദം എന്നുള്ള മുഴകൾക്ക് നമ്മൾക്ക് പല ട്രീറ്റ്മെൻറ്റുകളും ആവശ്യമായി വരും. കാരണം അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പടരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു സാധാരണ ട്യൂമറും ക്യാൻസറസ് ട്യൂമറും തമ്മിലുള്ള വ്യത്യാസം, സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ പടരാനുള്ള സാധ്യത. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം വരാനുള്ള കാരണങ്ങൾ? പ്രധാനമായിട്ടും നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ മാറ്റാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രീതികൾക്ക് ഒരു ഇഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങളും, അതായത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനും രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായം, ഏജ്. എല്ലാ ക്യാൻസറുകളും പ്രായം ചെല്ലുന്തോറും വരാനുള്ള സാധ്യത കൂടുന്നു. അത് പൊതുവെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലായാലേ ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ചില തെറ്റുകൾ നമ്മളുടെ DNA ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് സാധാരണഗതിയിൽ ഒരാൾക്ക് റിപ്പയർ ആകുന്നു. DNA റിപ്പയർ മെക്കാനിസംസ് പറഞ്ഞുള്ള മെക്കാനിസംസ് വഴി അത് റിപ്പയർ ആയി പോകുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ റിപ്പയർ പ്രോസസ്സ് ശരിയായിട്ട് നടക്കാത്തപ്പോൾ നമ്മൾക്ക് ക്യാൻസറായിട്ട് അത് ഉത്ഭവിക്കാം. ഈ കോശങ്ങളിൽ ക്യാൻസർ വരുന്നു. ഈ റിപ്പയർ നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പ്രായം ചെല്ലുന്തോറും ഈ റിപ്പയർ ചെയ്യുന്ന ചില മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസംസിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് റിപ്പയർ നടക്കാതെ പോകുന്നത്. പിന്നെ വേറെ പല കാരണങ്ങൾ, ജനിതകമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിപ്പയർ പ്രോസസ്സ് നടക്കാതെ വരാം. പിന്നെ നമ്മുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചില കെമിക്കൽസ് കൊണ്ടോ ചില റേഡിയേഷൻ കൊണ്ടോ ഒക്കെ ഈ റിപ്പയർ പ്രോസസ്സിൽ പ്രശ്നങ്ങൾ വരാം. ഇതാണ് ഒരു മെയിൻ അല്ലെങ്കിൽ പ്രധാന കാരണം നമുക്ക് ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്.